ആറളം പുനരധിവാസ മേഖലയോട് ചേർന്ന വനാതിർത്തിയിൽ വളയംചാൽ മുതൽ പൊട്ടിച്ചപാറ വരെ കാട്ടാന പ്രതിരോധത്തിനായി നിർമ്മിക്കുന്ന ആനമതിലിൻ്റെ നിർമ്മാണത്തിലെ പ്രതിസന്ധിക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് ഇരിട്ടി താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. 18 മാസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ് നിർമ്മാണം ആരംഭിച്ചെങ്കിലും മതിൽ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. 22 കോടിക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ച് 50 കോടിക്ക് പ്രവൃത്തി തുടങ്ങിയ പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നതുമൂലം 400 കോടിയുണ്ടായാലും പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. പാവം ആദിവാസികളെ ഇനിയും കുരുതി കൊടുക്കണോ എന്ന ചോദ്യമുയർത്തിയായിരുന്നു ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ വികാരാധീനനായി സംസാരിച്ചത്. അത് ഫണ്ട് പോരാന്ന് പറഞ്ഞിട്ട് പിന്നെ 50 കോടി രൂപ പാസ്സാക്കി. ഇനിയിപ്പോ ഇതിന്റെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തിട്ട് ഒരു 400 കോടിയിലേക്ക് എത്തിക്കാനാണ്. നമുക്ക് ഉദാഹരണത്തിന് അവിടെ 13 കിലോമീറ്റർ രാമച്ചി വരെ പിന്നെ മുമ്പ് MLA ഇടപെട്ടിട്ട് രാമച്ചി വരെ എടുത്ത മതിലുണ്ട്. സമയബന്ധിതമായി 18 മാസം കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പ്രശ്നമോ? വെറുതെ ട്രാഗ് ചെയ്തിട്ട് പാവപ്പെട്ട ആദിവാസികളെ ജീവനെ കൊണ്ട് കളിക്കുകയാണ്. എനിക്ക് ഈ അടുത്ത ദിവസം മരണമുണ്ടാകുമ്പോൾ എനിക്കൊന്നു ഇതിനൊക്കെ റോഡ് നിറച്ച് മാനപ്പിണ്ടമാണ്. അതുപോലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ആർവങ്കാരും ഏരിയ ഗവൺമെന്റ് പറയുന്ന അലൈൻമെന്റ് മാറ്റമുണ്ടാവും. അത് നിങ്ങൾ കളക്ട് എടുക്കണം. ഗ്രാമീണരും അത് ബോധ്യപ്പെടുത്തുക, ഫോറസ്റ്റുകാരോട് പറയുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോ കഴിഞ്ഞ ഇന്നത്തെ പത്രത്തിലെ വാർത്ത, ജനങ്ങളുണ്ടാക്കിയ ഹാങ്ങിങ് ഫെൻസിങ് അത് തകർന്നുകൊണ്ട് പാലപ്പുഴയും അതുപോലെ തന്നെ ആപത്ത് മതിൽ നിർമ്മിക്കുന്ന ഭാഗത്തെ മരം മുറിക്കുന്ന കാര്യത്തിലും മതിലിൻ്റെ അലൈൻമെൻറ്റിൻ്റെ കാര്യത്തിലും അനിശ്ചിതത്വം നിലനിൽക്കുകയാണെന്ന് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ പി സനില പറഞ്ഞു. അലൈൻമെൻറ്റ് മാറ്റരുതെന്നാണ് ഊരുസഭയുടെയും ആദിവാസി പുനരധിവാസ മിഷൻ്റെയും ആവശ്യം. അലൈൻമെൻറ്റ് മാറുമ്പോൾ 250ഓളം ഏക്കർ ഭൂമി ട്രൈബൽ വകുപ്പിന് നഷ്ടമാകും. കൂടാതെ 10 കോടിയോളം രൂപ അധിക ചെലവ് വരുമെന്നും ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷും പറഞ്ഞു. തുടർന്ന് ഊരുസഭയുടെയും ജനപ്രതിനിധികളുടെയും വികാരം ജില്ലാ കലക്ടറെ അറിയിക്കാൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സണ്ണി ജോസഫ് MLA പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട നിർമ്മാണ വിഭാഗത്തോട് നിർദ്ദേശിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കണമെന്ന് CPI അംഗം പായം ബാബുരാജ് ആവശ്യപ്പെട്ടു. ജനവാസ മേഖലയും കൃഷിയിടവും ഒഴിവാക്കിയുള്ള ഗ്രാമപഞ്ചായത്തുകൾ നൽകിയ മാപ്പ് പ്രസിദ്ധപ്പെടുത്തണമെന്ന് വികസന സമിതി ആവശ്യപ്പെടുന്നതായി MLA പറഞ്ഞതോടെ ഇത് യോഗം അംഗീകരിക്കുകയായിരുന്നു. എടക്കാനം പാലാപ്പറമ്പ് ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കണമെന്നും നഗരത്തിലെ പല കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ലഹരി വസ്തുക്കളുടെ വിൽപ്പന തടയാൻ എക്സൈസ് വകുപ്പ് പരിശോധന നടത്തണമെന്നും ആവശ്യവും യോഗത്തിലുയർന്നു. പത്രത്തിൽ വാർത്ത വരികയും ചെയ്ത് എടക്കാനം പാലാപ്പറമ്പ് ലൈനിൽ KCB അധികൃതർ നേരിട്ട് തന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് ആ പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ പറഞ്ഞാണ്. അവിടെ വൈദ്യുതിക്ക് വളരെയധികം വോൾട്ടേജ് രാത്രികാലങ്ങളിൽ ഫാനുകൾ കറങ്ങുന്നില്ല, ബൾബുകൾ അണഞ്ഞു പോകുന്നു. അത്തരം പ്രതിഭാസം ഉണ്ടായിട്ട് 3 തവണ ആ കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ എടുത്തു വെച്ച് അതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. അത് വേണ്ടപ്പെട്ട അധികാരികൾ ഉടനടി അത് പരിഹരിക്കണം. പ്രോജക്റ്റാണ് ഇതുവരെ ഇൻവെന്റ് ആയിട്ടില്ല. ശരി, ഫൈൻ സ്റ്റേജിലുണ്ട്. പുതിയ ട്രാൻസ്ഫോമർ ഒരു ലൈൻ ട്രാൻസ്ഫോമർ 500 ലൈൻ ട്രാൻസ്ഫോമർ ഇതിൽ അടുത്ത വർഷം കൊട്ടിയൂരിൽ നിന്നുള്ള മാനന്തവാടിയിൽ നിന്നുള്ള നാലുവരിപ്പാത ഉണ്ടല്ലോ എയർപോർട്ടിലേക്ക്, അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് അത് ഫോർവേഡ് നോട്ടിഫിക്കേഷനാണോ അല്ലെങ്കിൽ സാമൂഹിക ആഘാത പഠനം മാത്രമാണോ? അവർക്ക് സമയം കൊടുത്തിരിക്കുന്നത് 3 മാസമാണ്. 3 മാസം. അതിന്റെ അടുത്ത സ്റ്റേജ് എന്താ? അടുത്ത സ്റ്റേജ് ഈ സാമൂഹികാഘാത ഈ ഏജൻസി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെന്റിനോട് സബ്മിറ്റ് ചെയ്യും. അപ്പൊ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 11 മന്ത് നോട്ടിഫിക്കേഷനിലോട്ട് പോകും. 11 month means what? അതിലാണ് റവന്യൂടെ കംപ്ലീറ്റ് സർവേയും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത്.
തൊഴിലുറപ്പ് തൊഴിലാളികളായ ആദിവാസികൾക്ക് നൽകാനുള്ള വേതന കുടിശ്ശിക അനുവദിക്കണമെന്ന് താലൂക്ക് സഭ സർക്കാരിനോട് ശുപാർശ ചെയ്യണമെന്ന് ഇരിട്ടി BDO പി മീരാഭായി യോഗത്തിൽ ആവശ്യപ്പെട്ടു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ആറളം ഗ്രാമപഞ്ചായത്തിൽ നല്ലൊരു വിജയം ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നേടിയിട്ടുണ്ട്. ഒരു ഗ്രാമപഞ്ചായത്ത് 3 ലക്ഷം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച പഞ്ചായത്താണ്. പക്ഷേ ട്രൈബൽ പ്ലസ് എന്ന് പറയുന്ന പദ്ധതിയിൽ വെച്ച് തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള ഫണ്ട് മുഴുവനായിട്ട് കൊടുക്കാൻ പറ്റിയില്ല. ഈ വർഷം തന്നെ ആറളം ഗ്രാമപഞ്ചായത്തിൽ 4 പേര് 100 ദിവസം പൂർത്തിയാക്കി കഴിഞ്ഞു. അവയ്ക്ക് രണ്ടാമത്തെ ഘട്ടം പണി കൊടുക്കുന്നതിന് മുമ്പിലെ കഴിഞ്ഞ വർഷത്തെ തുക ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സർക്കാരിനിടയ്ക്ക് അത് എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള ഒരു മുന്നോട്ട് ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനമെടുത്തെങ്കിലും താലൂക്ക് സഭയും കൂടെ അത്തരം ഒരു ഇടപെടൽ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തിൽ ഉണ്ടാകണമെന്നാണ് പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് BPO എന്ന നിലയിൽ അറിയിക്കുന്നത്. ആറളത്ത് മങ്കി മലേറിയ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങളിലുണ്ടായ ഭീതി അകറ്റാൻ നടപടിയുണ്ടാകണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സംഭവമാണ് 4 കുരങ്ങുകൾ ചത്തുന്നാണ് മലമ്പൂർ അവകാശപ്പെടുന്നതെങ്കിലും അത് കൂടുതൽ ചത്തിട്ടുണ്ടെന്നാണ് അവിടുത്തെ പരിസരവാസികൾ പറയുന്നത്. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി മങ്കി മലേറിയ എന്ന രോഗമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് മനുഷ്യരിലേക്ക് പകരാനുള്ള സാഹചര്യം ഉണ്ടോ എന്നും ഇല്ല എന്നും പറയുന്നു. മങ്കി മലേറിയ അപ്പോൾ ഇന്ന് മാതൃഭൂമി പത്രത്തിലാണെന്ന് തോന്നുന്നു ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പാണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് മൃഗങ്ങളുമായി വനത്തിലും മൃഗങ്ങളുടെ സാമീപ്യമുള്ള സ്ഥലങ്ങളിലും ജനങ്ങൾ ഇടപെടാൻ പാടില്ല എന്നും അതുപോലെ തന്നെ മൃഗങ്ങളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കണം, കാട്ടുമൃഗങ്ങളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കണമെന്നുമാണ് ജാഗ്രതാ നിർദ്ദേശത്തിലെ ഒരു തീരുമാനം. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതില്ല, ഈ മങ്കി കുരങ്ങുകൾ വളയഞ്ചാൽ ഉൾപ്പെടെയുള്ള ഓടന്നൂർ ഉൾപ്പെടെയുള്ള മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിലും വീടുകളിൽ പോലും കയറി നിരങ്ങുകയാണ്. അപ്പോൾ അവിടെ ജനങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് പറയണം. കാരണം ജനങ്ങൾ കാട്ടുമൃഗങ്ങളുമായി സമ്പർക്കം പാടില്ല എന്ന് ഈ നിർദ്ദേശത്തിലുണ്ടെങ്കിൽ ഈ കുരങ്ങുകൾ വീട്ടിൽ കയറി ഭക്ഷണ സാധനങ്ങളും കഴിക്കുന്നു, അവിടെയെല്ലാം വിസർജ്യ വസ്തു ഇട്ടിട്ട് പോകുന്നു. ഇതുകൊണ്ട് രോഗം പടരാനുള്ള സാഹചര്യമല്ലേ. അതുകൊണ്ട് നാട്ടിലിറങ്ങുന്ന കുരങ്ങുകളെ കൊല്ലാനുള്ള ഒരു ഉത്തരവുണ്ടാവണം. താലൂക്ക് സഭ ആവശ്യപ്പെടുന്നു. അത് തന്നെയല്ല, നമുക്കറിയാം പന്നിപ്പനി, പക്ഷിപ്പനി, ആ പരിസരത്തുള്ള മുഴുവൻ പന്നികളെയും നമ്മൾ കൊല്ലുന്നുണ്ട്. 1 കിലോമീറ്റർ ചുറ്റളവിലേക്ക് കടത്തിക്കൊണ്ട് പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവും സർക്കാരിന് ഭാഗത്തുനിന്നുണ്ട്. എന്തുകൊണ്ട് ഈ കാട്ടുമൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി തന്നുകൂടാ? പന്നിപ്പനി ഉണ്ടാകുമ്പോൾ രോഗബാധിതരായ പന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയും പക്ഷിപ്പനി ബാധിക്കുമ്പോൾ താറാവുകളെ കൊന്നുകളയാൻ ഉത്തരവിടുകയും ചെയ്യുന്ന സർക്കാർ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കുരങ്ങുകളെ കൊല്ലാൻ അനുമതി നൽകണമെന്നും കേരള കോൺഗ്രസ് പ്രതിനിധി തോമസ് തയ്യിൽ ആവശ്യപ്പെട്ടപ്പോൾ വനാതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമങ്ങളിൽ പനിബാധിതരായവർ മലേറിയ പരിശോധന കൂടി നടത്തണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത പേരാവൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AK ഹസീന പറഞ്ഞു. യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഇബ്രാഹിം മുണ്ടേരി, PK ഷാജി, വിപിൻ തോമസ്, SMK മുഹമ്മദ് അലി, AK ഇബ്രാഹിം എന്നിവരും സംസാരിച്ചു.